യേശുവേലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ഇമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമന്നവൻ യേശുവാ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകന് താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമന്നവൻ ഈശനാ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. Greetings to you all in the precious name of our beloved Savior, Lord Jesus Christ. ബഹുമാനപ്പെട്ട അച്ഛനെ കർത്തൃനാമത്തിൽ നന്ദി കരയറ്റുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് ഞാൻ 2 വേദഭാഗങ്ങൾ വായിക്കട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യം. ജെറമ്യ 32:27. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഐ ഓൾസോ വാണ്ട് ടു റീഡ് മാർക്ക് 9:23. യേശു അവനോട്, നിന്നാൽ വലതും കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. I am the Lord, the God of all mankind. Is anything too hard for me? If you can, said Jesus, everything is possible for him who believes. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ കർത്താവ് മറുരൂപ മലയിൽ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതും അവിടെ താൻ അവർക്ക് മറുരൂപ മലയിൽ വെച്ച് പ്രത്യക്ഷനായ ഏലിയാവിനെയും മോശയെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടുന്ന് കർത്താവ് ആ മനോഹരമായ അനുഭവത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ പത്രോസ് യോഹന്നാനും യാക്കോബും കൂടെ ഉണ്ടല്ലോ. താഴെ പുരുഷാരം കർത്താവിൻ്റെ ശിഷ്യന്മാരോട്, ബാക്കിയുള്ളവരൊക്കെ താഴെ ഉണ്ടല്ലോ, അവരോട് തർക്കിക്കുന്നത് കണ്ടു. കർത്താവിനെ കണ്ടപ്പം ഓടി വന്ന് അവനെ വന്ദിച്ചു.
നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്താ എന്ന് കർത്താവ് ചോദിച്ചു. പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ ആത്മാവ് അവനെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ യേശു കൽപ്പിച്ചു. യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ആത്മാവ് അവനെ ഉരുട്ടിയിട്ട് കഷ്ടപ്പെടുത്തി കണ്ടമാനം അവനെ നിലത്തിട്ട് ഉരുട്ടാൻ തുടങ്ങി. ആ സമയത്ത് ഇത് എത്ര കാലമായെന്ന് യേശു അവനോട് ചോദിച്ചു. ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് കർത്താവ് ചോദിച്ചതിനെ അവൻ്റെ അപ്പൻ പറഞ്ഞു, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. എന്നിട്ട് കർത്താവിനോട് അവൻ പറയുകയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാ യേശു അവനോട് പറയുന്നത്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന്. ബാലൻ്റെ അപ്പന് ഉറക്കെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആ സിറ്റുവേഷൻ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ശിഷ്യന്മാരുടെ അടുത്ത് കഷ്ടപ്പെടുന്ന മകനെയും കൊണ്ട് വന്ന് അവരോട് പറഞ്ഞു, അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ബാലൻ ഇപ്പോഴും നിലത്ത് കിടന്ന് ഉരുണ്ട് കഷ്ടപ്പെടുകയാണ്. അത് കണ്ടു നിൽക്കുന്ന പിതാവാണ്. ആ വേദനയിലാണ് ആ പിതാവ് പറയുന്നത്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. കാരണം ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, ഇനി ഗുരുവിന് കഴിയുമോ അവനറിയത്തില്ല. അപ്പോൾ അവന് പറയുക, ആ വേദന കൊണ്ടാണ് പറയുന്നത്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ, അവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. ബാലൻ മരിച്ചതുപോലെ ആയി. യേശു അവൻ്റെ കൈ പിടിച്ചു, അവൻ എഴുന്നേറ്റു, സൗഖ്യമുള്ളവനായി തന്നെ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ ആകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? വീണ്ടും നമ്മൾ കാണുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി, മനസ്സുണ്ടെങ്കിൽ, മുട്ടുമേ നിന്ന് അപേക്ഷിക്കുന്നത്, മനസ്സുണ്ടെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. അത് we would also read that in English. A man with leprosy came to him and begged him on his knees, if you are willing, you can make me clean. Filled with compassion, Jesus reached out his hand and touched the man. I am willing, he said, be clean. Immediately the leprosy left him and he was cured. നമ്മൾ അവിടെ കാണുന്നത്, അവൻ കർത്താവിൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് ഭൗമ്യതയോടെ കർത്താവിനോട് അപേക്ഷിക്കുന്ന, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. കാരണം അവൻ അറിയായിരുന്നു കർത്താവിന് അത് സാധിക്കുമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ മനസ്സ് ഉണ്ടോ എന്നുള്ളതാണ് അവന് സംശയം. അപ്പം നമ്മൾ അവിടെ കാണുന്നത്, യേശു അവിടെ നിന്ന് നീ ശുദ്ധമായിക്കോന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് മനസ്സലിഞ്ഞ് കൈ നീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ടു. എന്നിട്ടാ പറയുന്നത്, മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി, അവൻ ശുദ്ധമായി. അപ്പം കർത്താവിൻ്റെ മനസ്സലിവ് നമ്മൾ അവിടെ കാണുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി നയീൻ പട്ടണത്തോട് സമീപിച്ചപ്പോൾ ഒരു ഭയങ്കര വിലാപയാത്ര വരുന്നു. ശവമഞ്ചം, മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു വിധവ സ്ത്രീ, അവളുടെ ഏക മകനാ മരിച്ചത്. കർത്താവ് അവളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. It says in English, we read, his heart went out to her
and said, "Don't cry." കർത്താവിൻ്റെ മനസ്സ് ആ കരയുന്ന മാതാവിനെ, വിധവയായ ആ സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, കരയണ്ട. കരയണ്ടെന്ന് അവളോട് വെറുതെ പറഞ്ഞതല്ല. കർത്താവ് ആ മഞ്ചത്തിൻ്റെ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടപ്പോഴേ മഞ്ചം ചുമക്കുന്നവരെ നിന്നു. കർത്താവ് അതിൽ ഉണ്ടായിരുന്ന ആ ഡെഡ് ബോഡിയോട്, ആ ബാല്യക്കാരനോട് പറയുകയാണ്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ഉടനെ എഴുന്നേറ്റു. അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കരഞ്ഞ് വിലപിച്ച് വന്ന ഫ്യൂണറൽ പ്രൊസഷനെ ഇപ്പം തിരിച്ചു പോകാം നൈൻ പട്ടണത്തിലേക്ക്. അപ്പം അവർ പോകുന്നത് എങ്ങനെയാ? പാട്ടോടും ആർപ്പോടും ഒരു വലിയ ഇങ്ങോട്ടൊരു വിലാപയാത്രയായിട്ട് വന്നെങ്കിൽ അങ്ങോട്ട് ഒരു ഘോഷയാത്രയായിട്ടാണ് കടന്നു പോകുന്നത്. അത് ലീഡ് ചെയ്തത് ആരാ? അടക്കാൻ കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ. നൈൻ പട്ടണമാകെ അമ്പരന്ന് പോയി. അതെ, നമ്മൾ അവിടെ കാണുന്നത് എപ്പിലെപ്റ്റിക് പേഷ്യൻറ്റിൻ്റെ അപ്പനെ, നിന്നാൽ കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്നാണ് പറയുന്നത്. കുഷ്ഠരോഗി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. നൈനിലെ വിധവയെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളുടെ മകനെ ഉയർപ്പിച്ചു. ആരും റിക്വസ്റ്റ് ചെയ്തിട്ടല്ല. തന്നെത്താനെ ആ വിലാപയാത്രയും മാറത്തടിച്ച് കരയുന്ന ആ വിധവയായ അമ്മയും കണ്ടപ്പോൾ യേശു തന്നെത്താനെ മനസ്സലിഞ്ഞ് അവളുടെ മകനെ ഉയർപ്പിച്ചു. അത് നാം അവിടെ കാണുന്നു. പിന്നെയും നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ ഉള്ള വാക്യങ്ങളിലെ യേശു കർത്താവ് കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു. കർത്താവെ, എൻ്റെ ദാസൻ പക്ഷവാതം പിടിച്ച് അതിവേദനയിൽ വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. എങ്ങനാ? ഭവ്യതയോടെ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് താഴ്മയോടെ അപേക്ഷിക്കുക ചെയ്യുന്നത്. എൻ്റെ ബാല്യക്കാരന് പക്ഷവാതം പിടിച്ച് അതിവേദനയിൽ ഭവനത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഉടനെ പറയുകയാണ്, സ്പോണ്ടേനിയസ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ ശതാധിപൻ പറയുകയാണ്, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാന് ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൻ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് ഇസ്രയേലിൽ പോലും ഇത്ര വിശ്വാസം കണ്ടിട്ടില്ലെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് ശതാധിപനോട് പറഞ്ഞത്, പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫെയ്ത്ത് ദാറ്റ് മാറ്റേഴ്സ്. എവ്രിതിങ് ഈസ് പോസിബിൾ ഫോർ ഹിം ഹു ബിലീവ്സ്. അത് കർത്താവ് മനുഷ്യനോട് പറഞ്ഞത്, ശതാധിപനോട്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അറ്റ് ദ വെരി സെയിം മോമെന്റ് ഹിസ് സെർവൻറ്റ് വാസ് ഹീൽഡ്. അതുകൊണ്ട് ആ വിശ്വാസത്തെക്കുറിച്ച്, ലോകം പാപം പിശാചനെ കാണത്തില്ലെന്ന്, അതെ, കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കണമെന്നും എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് നാം പറയേണ്ട ഒരു കാലയളവാണിത്. എവ്രിതിങ് ഈസ് പോസിബിൾ ഫോർ ദോസ് ഹു ബിലീവ് എന്ന്. എന്നാൽ പിന്നെയും നമ്മൾ കാണുകയാണ്, ജൈറസ് എന്ന ഒരു പള്ളിപ്രമാണിക്ക് 12 വയസ്സ് പ്രായമുള്ള ഒറ്റ ഒരു മോളെ ഉള്ളായിരുന്നു, ഏക മകളായിരുന്നു. ആ കുഞ്ഞ് അത്യാസന്ന നിലയിൽ ആയിരിക്കുകയാണ്. ജൈറോസ് കർത്താവിൻ്റെ അടുത്ത് വന്ന് അത് മറ്റൊരു ശതാധിപൻ വന്ന് ഭൗമ്യതയോടെ അപേക്ഷിച്ചു. ഇവിടെ ഈ ശതാധിപൻ എന്തുവാ ചെയ്യുന്നറിയാമോ? കർത്താവിൻ്റെ കാൽക്കൽ വീണു. കുഷ്ഠരോഗി മുട്ടുകുത്തി അപേക്ഷിച്ചു. ഈ മനുഷ്യനെ കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, എൻ്റെ പൈതലിൻ്റെ മേലെ കൈവച്ച് അവളെ സൗഖ്യമാക്കണേന്ന്. അപ്പോൾ അവർക്കൊക്കെ അറിയാം, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരസ്പർശം നേറ്റാൽ ഏത് രോഗത്തിനും സൗഖ്യമുണ്ടെന്നുള്ള ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് അവനോടുകൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. ആ പുരുഷാരമൊക്കെ അവനെ അനുഗമിക്കുക, ഒന്നിച്ചു പോകുക. അതാ പോകുന്ന വഴിയിൽ വീണ്ടും ഒരു സൗഖ്യദായക ശുശ്രൂഷ കൂടെ നമ്മൾ കാണുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്,
12 വർഷമായിട്ട് രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, the woman who had an issue of blood for the 12 hours, past 12 years, 12 വർഷം അവൾ അനേകം ഡോക്ടർമാരെ കണ്ടു. അനേകം മേ ബി ടുഡേ ഇന്നത്തെ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ അവൾ അല്ലപ്പോതിയും ആയുർവേദവും ഹോമിയോപ്പതിയും യുനാനിയും പച്ചമരുന്ന് ചികിത്സയോ എന്തെല്ലാം ചെയ്ത് കാണും. എല്ലാ വൈദ്യന്മാരും അവിടെ കയ്യിൽ നിന്ന് നല്ലപോലെ പൈസ എക്സ്ട്രാക്ട് ചെയ്തും കാണാം. പക്ഷെ ആ 12 വർഷം കൊണ്ട് അവളുടെ ആരോഗ്യവും നഷ്ടപ്പെടുക, അവളുടെ പണവും ഒക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവൾക്ക് യാതൊരു വിധത്തിലോ സൗഖ്യം കിട്ടിയില്ല. ഇത്രയും 12 വർഷം കണ്ടിന്യൂ ചെയ്യുക. അന്നത്തെ ഒരു നിയമം അനുസരിച്ച് അവക്കൊന്ന് പള്ളിയിൽ പോകാനോ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനോ ഒരു പൊതു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകാനോ ആരെയെങ്കിലും ഒന്ന് തൊടാനോ ഒന്നും പാടില്ലായിരുന്നു. അന്നത്തെ ആ സോഷ്യൽ സിസ്റ്റം അതായിരുന്നു. അവൾ ശരീരത്തിലും മനസ്സിലും വളരെ വേദന അനുഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്നത് പോലൊക്കെ ആ സ്ത്രീ 12 വർഷക്കാലം ഭയങ്കരമായ വേദനയിൽ ആയിരുന്നു. എന്നാൽ യേശു കർത്താവ് അതുവഴി വരുന്നുണ്ടെന്നുള്ള ഒരു വാർത്ത അവൾ കേട്ടു. പെട്ടെന്ന് അവിടെ മനസ്സിൽ അവളുടെ വിശ്വാസം അവൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് മനസ്സിൽ വിശ്വസിച്ചു. അത് അവൾ പറഞ്ഞു. അന്നത്തെ കസ്റ്റമൊന്നും അനുസരിച്ച് അവൾ അൺടച്ചബിളാ. പക്ഷെ അവൾ ആൾക്കൂട്ടത്തിൽ കൂടെ നുഴഞ്ഞു കയറി. ഒരു പക്ഷെ അവൾ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞു കാണും. അവൻ ഫോർ ഹെർ ടുഡേ her healing is very important. She doesn't bother whatever is the social system says. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊടാനാ അവൾ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ അവൾ ഓടിച്ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാനൊക്കത്തില്ല. ബിക്കോസ് ആൾക്കൂട്ടം അതുപോലെ കൊണ്ട് അതിനകത്തൂടൊക്കെ അവൾ നുഴഞ്ഞ് കയറി യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഒരുപക്ഷെ ആ വസ്ത്രത്തിൻ്റെ ഹെമ്മേലൊന്ന് തൊടണമെങ്കിൽ അവൾ വീണിട്ട് അവിടെ കിടന്നിട്ടായിരിക്കും തൊട്ടത്. ചിലപ്പോൾ ആരെങ്കിലും അവളെ ചെരുപ്പ് കൊണ്ട് ചവിട്ടിക്കാണും, നമുക്കതൊന്നും അറിയത്തില്ല. പക്ഷേ അവള് ആഗ്രഹിച്ചതുപോലെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പേല് തൊട്ടു. ഷീ വാസ് ഡെസ്പറേറ്റ്. ഷീ വാസ് ഇൻ അർജന്റ് നീഡ് ഓഫ് ഹീലിംഗ്. 12 വർഷമായിട്ട് കഷ്ടപ്പെടുക. ദിസ് ഇസ് മൈ ഓൺലി ഓപ്പർച്യൂണിറ്റി, ഐ ഡോ നോട്ട് വാണ്ട് ടു മിസ് ഇറ്റ്. അവക്കത് മിസ് ചെയ്യാൻ ഒരു തരത്തിലും ഒക്കത്തില്ലായിരുന്നു. ഇനിയും വയ്യ. This moment, so the moment she touched his garment, she was healed. ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടപ്പോഴ ആ മോമെന്റിൽ തന്നെ അവൾക്ക് തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്ന് കർത്താവ് മനസ്സിലാക്കി. അതുപോലെ തന്നെ തൻ്റെ ശരീരത്തിലെ തൻ്റെ ആ രോഗത്തിന് സൗഖ്യം വന്നെന്ന് അവളും മനസ്സിലാക്കി. എന്നെ തൊട്ടതാരെന്ന് കർത്താവ് ചോദിക്കുന്നു. ചുറ്റും നോക്കി. നമുക്കറിയാം, ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇത്രയും ജനങ്ങൾ നിന്നെ തിക്കി തിരക്കി വരുമ്പോൾ ആരാ തൊട്ടെന്നൊക്കെ ചോദിക്കുന്നത് എന്തുവാണെന്ന്. പക്ഷെ കർത്താവ് പറയുക അങ്ങനല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് പറയുക. അപ്പൊ ആരാന്നറിയാൻ കർത്താവ് ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി ദാറ്റ് ദ ലോർഡ് നോസ് ദാറ്റ് ഐ ഹാവ് ടച്ച്ഡ്. അവൾ ഓടിച്ചെന്ന് വിറച്ച് കർത്താവിൻ്റെ പാദപീഠത്തെങ്കില് വീഴുക ചെയ്യുന്നേ. അവൾ കർത്താവിൻ്റെ മുൻപിൽ വന്ന് വീണിട്ട് തൻ്റെ വേദനയുടെ കഥ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്തോ പറഞ്ഞു കാണും, കർത്താവേ റബുനീന്നോ ഗുരുവെന്നോ എന്താ അവള് കർത്താവിനെ സംബോധന ചെയ്തത് നമുക്കറിയില്ല. കർത്താവിനോട് പറഞ്ഞു കാണും, കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാനിങ്ങനെ ഈ രോഗത്താലെ കഷ്ടപ്പെടുകയായിരുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി, എന്നിട്ടും എനിക്ക് സൗഖ്യം വന്നില്ല. പക്ഷെ അങ്ങിതിലെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞു, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേൽ ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് എൻ്റെ മനസ്സ് ഞാൻ വിശ്വസിച്ചു. ഞാനത് പറഞ്ഞു. ഞാൻ ആരെയും വകവെക്കാതെ, ഞാൻ അൺടച്ചബിളാന്ന് പോലും ഓർക്കാതെ ഞാൻ ഈ കൂട്ടത്തിൽ കൂടെ വന്ന് നുഴഞ്ഞു കറങ്ങി അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു. ഞാൻ അപ്പോൾ തന്നെ സൗഖ്യമായി എന്നാണ് അവൾക്ക് കർത്താവിനോട് പറയാനുണ്ടായിരുന്നത്. അവൾ തൻ്റെ കാര്യം കർത്താവിനോട് പറഞ്ഞെന്നാ പറയുന്നത്. കർത്താവിനോട് പറഞ്ഞത് ഈ കാര്യം തന്നെ ആയിരിക്കുമെന്നില്ല. അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ വന്ന് തൻ്റെ വേദനയുടെ കഥ പറഞ്ഞു. ഈ കഥ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന ഒരു അഷ്വറൻസ് ആണ് അവൾക്ക് ലഭിച്ചത്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലാതെ അവള് കർത്താവിൽ വിശ്വസിച്ചാ വന്നത്. സമാധാനത്തോടെ പോയി
ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് കർത്താവ് അവർക്ക് അഷ്വറൻസ് കൊടുക്കുന്ന നമ്മൾ കാണുന്നത്. ഇനിയും ഇതിനിടയിൽ ഈ യായിറോസിന്റെ വീട്ടിലേക്ക് കർത്താവ് പോകുമ്പോഴായി സംഭവം. ഇതിനിടെ യായിറോസിന്റെ മകള് മരിച്ചുപോയി. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനാ എന്ന് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആള് വന്ന് പറഞ്ഞു. യേശു കർത്താവ് യായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. കർത്താവ് ആ വീട്ടിലേക്ക് ആ മനുഷ്യന്റെ കൂടെ പോയി. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ വലിയ അലമുറ, നിലവിളി നടക്കുക. ഒറ്റ കുഞ്ഞാ വീട്ടിലുണ്ടായിരുന്നതാ. ഒരു ശതാധിപന, പള്ളിപ്രധാനിയാ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്, ധാരാളം ആളുകൾ. എല്ലാവരും കരഞ്ഞു വിളിക്കുക. പക്ഷെ കർത്താവ് എല്ലാവരോടും അവൾ ഉറങ്ങുവാന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും പുറത്തിറക്കിയിട്ട് ബാലയുടെ ആ കുഞ്ഞിന്റെ അപ്പനെയും അമ്മയും മാത്രം, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി ആ കുഞ്ഞു കിടന്ന മുറിയിലേക്ക്, ആ കിടക്കി കരിയേറ്റി എന്ന് കർത്താവ് അവളോട് പറയുകയാണ്. ആ കുട്ടിയുടെ കരം പിടിച്ചിട്ട്, ബാലെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥമുള്ള തലീഥാക്കൂമേ എന്നവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ വാസ്തവമായിട്ട് ഈ പാൻഡമിക്കിന്റെ സമയത്ത് ഈ ലോകം മുഴുവൻ ഈ പാൻഡമിക് നിമിത്തം വല്ലാതെ ഉള്ള ഒരു ആകുല ചിന്തയിലാണ്. COVID-19 മാത്രമല്ല, ഇന്ന് അനേകം സ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകളിലും ന്യൂമോണിയ, പിന്നെ കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, നെർവസ് ബ്രേക്ക് ഡൗൺ, പല വിധത്തിലുള്ള വൈറൽ ഫീവർ, ന്യൂമോണിയ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ധാരാളം പേര്. ഈവൻ ബോംബെയിൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് മിക്ക ഹോസ്പിറ്റലിലും കോവിഡ് പേഷ്യൻസാ, പോകാൻ പേടിയാ. എന്നാൽ ചെല്ലുമ്പം ചിലപ്പം ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്നും കിട്ടിയില്ലെന്നും വരാം. നമ്മൾ ഇപ്പം കണ്ടത് മുഴുവനും എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, സകലത്തിൻ്റെയും അധികാരമുള്ളവനായ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷകളെ കുറിച്ച് ആണല്ലോ. നാം കർത്താവിൻ്റെ സന്നിധിയിൽ, ഞാൻ സകല സൃഷ്ടിയുടെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പല പ്രതികൂലങ്ങളും ഭാരങ്ങളും ഉണ്ടല്ലോ. രോഗത്തിൻ്റെ അവസ്ഥ, പിന്നെ മക്കളെക്കുറിച്ചുള്ള ഭാരം, ആധി, ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, മാനസികമായ ഭാരങ്ങളെല്ലാം നമുക്ക് ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കാറ്റിനോടും കടലിനോടും അടങ്ങുക, ശാന്തമാകുക എന്ന് പറയാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഹി ഈസ് ഓംനിപൊട്ടന്റ്, ഒംനീഷ്യന്റ് ആൻഡ് ഓംനിപ്രസന്റ്. അവൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് രാക്കാലങ്ങളിൽ യാമാരമ്പിളിൽ എഴുന്നേറ്റ് കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നമ്മെ ഒരുക്കണമെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളെ അവൻ ഒപ്പിയെടുക്കാൻ മതിയായവനാ. കണ്ണുനീര് തുടയ്ക്കും. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അധികാരമെടുക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ മുറിവുകളെ കെട്ടണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ക്രൂശിലെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്നും നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ വെനസ്ഡേ ഈവനിങ്ങിൽ ഞങ്ങൾ തൃപ്പാദത്തിങ്കൽ ശരണം തേടുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയുന്നതോർത്ത് സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ ഭാരങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇറക്കി വെക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇസ് ദർ എനിത്തിങ് ഇമ്പോസിബിൾ ഫോർ മീ എന്ന് ഇന്ന് ഞങ്ങളോട് ചോദിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ തക്കോണം ഞങ്ങൾക്കിടയാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം പിതാവേ. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുക. അപ്പാ, അങ്ങ് ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തിലിരിക്കുന്നവർക്ക് കർത്താവെ, അവരുടെ ആത്മാവും പ്രാണനും ശരീരവും ഒരുപോലെ ശക്തിപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് രോഗസൗഖ്യം കൊടുത്ത ഞങ്ങളുടെ ബ്രദർ തോമസ് ഫിലിപ്പിനെയും റേച്ചൽ ജോർജിനെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവം യഹോവ എനിക്ക് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം ചെയ്യും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് പറവാൻ അവർക്ക് കൃപ കൊടുത്തിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബലഹീനതയിലെ അമിതബലം ധരിപ്പിക്കാൻ കഴിവുള്ള കർത്താവെ, അടിയങ്ങളോട് കൂടെ ഇരിക്കണേ. ഞങ്ങളുടെ അച്ഛനെയും സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ബലഹീനയായ അടിയനെയും കരങ്ങളിൽ വെക്കുന്നു. മിനിസ്ട്രി എല്ലാം അനുഗ്രഹിക്കണം കർത്താവെ. അവിടുത്തെ കൃപയും ഞങ്ങളെ പൊതിയണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ബന്ധുക്കൾ, അവിടെ ആയിരിക്കുന്നവരെ അവിടുന്ന് സഹായിക്കണം. സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളോടും കൂടെ ഇരിക്കണം. യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. മഹത്വമെല്ലാം തിരുമേനി എടുക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും നമ്മുടെ ജീവിതാവശ്യങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമൻ.